അതെന്താ ഇപ്പൊ ഇങ്ങനൊരു ആലോചന? അതും പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എന്താ മോളെ, നിന്നെ എന്തോ കാര്യമായിട്ട് അലട്ടുന്നുണ്ടല്ലോ. എന്തായാലും ഗംഗേച്ചോട് പറഞ്ഞൂടെ നിനക്ക്? എന്ത് കാര്യം? ഒന്നുമില്ല ഗംഗേച്ചി. അങ്ങനൊന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട. എനിക്കറിഞ്ഞൂടെ നിന്നെ. എന്താ ശ്രീകുട്ടനുമായി വല്ല വഴക്കം കൂടിയോ? എന്റെ ഗംഗേച്ചി ഒന്നുമില്ലാന്ന്. എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഗംഗേച്ചി അറിയാതിരിക്കോ? ഗംഗേച്ചി എന്താ പെട്ടെന്ന് വല്ലാതായേ? അതല്ല, പെട്ടെന്ന് വല്ലാതായി. എന്തിന്? പോട്ടെ, എനിക്ക് വെറുതെ തോന്നിയതാവും. വേണ്ട, നിന്റെ നമ്പറൊന്നും ഗംഗേച്ചിയോട് വേണ്ട. കാര്യം എന്താന്ന് പറയാതിരിക്കാൻ നീ എനിക്കിട്ട് വെച്ചൊഴിയാൻ നോക്കിയതല്ലേ. ആ വേല മനസ്സിൽ വെച്ചിരുന്നാ മതി. ഗംഗേച്ചി എന്റെ ആരാ? ഇപ്പെന്താ അങ്ങനൊരു ചോദ്യം? ഒന്ന് പറഞ്ഞേ. അറിയില്ലേ, ഗാഥയുടെ ചേച്ചി. ഗാഥയുടെ മാത്രല്ല, ഗിരിയുടെ. ശരിക്കും? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഒരുമാതിരി ആദ്യം കാണുന്ന പോലെ. അല്ല ഗംഗേച്ചി, ഞാൻ എത്ര നാളായി കണ്ണാടി നോക്കുന്നു. എന്നിട്ട് നമ്മൾ തമ്മിൽ ഒട്ടും റിസംബ്ലൻസ് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഗിരിയേട്ടനെ നോക്കിയേ, ഗംഗേച്ചിയുടെ തനി പകർപ്പും. അതെ, നീ നല്ലോണം കണ്ണാടി നോക്കാഞ്ഞിട്ടാ. നമ്മൾ മൂന്നുപേരും ഒരുപോലെ തന്നെ. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ പകുതി ഹിന്ദി വാലയല്ലേ. ഗംഗേച്ചിയും ഗിരിയേട്ടനും പ്യുവർ മലയാളിയും. ഞാൻ പോകുന്നു. നിന്റെ ഈ കിറുക്കേട്ട് നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല. അവിടെ ശ്യാമേട്ട് തിരക്കുന്നുണ്ടാവും. ഞാൻ ഗംഗേച്ചിയുടെ സ്വന്തം അനുജത്തിയല്ല. അല്ല ഗംഗേച്ചി? മോളെ, എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. മമ്മി പപ്പയുമായി വഴക്കിടുമ്പോഴൊക്കെ പരസ്പര ബന്ധമല്ലാതെ മമ്മി ഓരോന്ന് വിളിച്ചു പറയാറുണ്ടായിരുന്നു. മമ്മിയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആരും അവയ്ക്കൊന്നും ചെവി കൊടുത്തിരുന്നുമില്ല. പക്ഷേ അന്ന് പപ്പയും മമ്മിയുമായി വഴക്കിട്ട ആ ദിവസം ഞാൻ കേട്ടതൊക്കെ സത്യമാണോ അച്ഛാ? കാഞ്ചനാമ്മ പറഞ്ഞ പോലെ ഗാഥ അച്ഛന്റെ മകളല്ലേ? എന്റെ സ്വന്തം അനിയത്തിക്കുട്ടിയല്ലേ അച്ഛാ അവള്? മോളെല്ലാം കേട്ടു അല്ലേ? പക്ഷെ ഗാഥ അവളൊന്നും അറിയരുത്. അപ്പോ ഒക്കെ സത്യമല്ലേ? ഈ അച്ഛൻ്റെ ജീവിതം തികച്ചും പ്രശ്നസങ്കീർണമായിരുന്നു മോളെ. നിന്റെ അമ്മ, എൻ്റെ ശാരദ, അവൾ എന്നെ വിട്ടുപോയതോടെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. ഒടുവിൽ യാദൃച്ഛികമായിട്ടാണെങ്കിലും കാഞ്ചനാമ്മയെ കൂടെ കൂട്ടേണ്ടി വന്നത് എൻ്റെ മകൾക്ക് അവൾ എന്നും നല്ലൊരു അമ്മയായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലെല്ലാം പിഴയ്ക്കായിരുന്നു മോളെ. അപ്പൊ ഗാഥ? കാഞ്ചനയെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഗാഥയും ഉണ്ടായിരുന്നു. അവൾക്കന്ന് 1.5 വയസ്സ് പ്രായം. മോളെ, എല്ലാം അറിഞ്ഞോണ്ട് നീ ഞങ്ങളുടെ മുന്നിൽ. മമ്മി അങ്ങനൊന്നും പറയരുതായിരുന്നു, അല്ലേ ഗംഗേച്ചി? അല്ലെങ്കിൽ ഞാനൊന്നും അറിയരുതായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു നിമിഷം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഒന്നും ആരും അല്ലാതായി തീർന്നത്. അരുത് മോളെ, നീ അങ്ങനൊന്നും പറയരുത്. നീ എന്നും ഈ ഗംഗേച്ചിയുടെ കുഞ്ഞനുജത്തിയാണ്. ഞങ്ങളുടെ എല്ലാമാണ്. എന്റെ മോള് ഒന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. എന്റെ പപ്പ, ഗിരിയേട്ട്, ഗംഗേച്ചി, എല്ലാരും എനിക്ക്. മോളെ, അതെ, കരയരുത്. നിനക്ക് എല്ലാവരും ഉണ്ട്. ഗംഗേച്ചി, ഗിരി, പപ്പ എല്ലാവരും ഉണ്ട്. മമ്മി എന്നെ ബോംബെക്ക് കൊണ്ടുപോകും ഗംഗേച്ചി. ഇല്ല മോളെ, നിന്നെ ഞങ്ങൾ ഒരിടത്തേക്കും വിടില്ല. ഒരിക്കലും ഒരിക്കലും വിടില്ല മോളെ. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ശരി, ഗുഡ് നൈറ്റ്.
ഗിരിയെ വിളിച്ചത് മണാലിന്ന്. അവർ ഈ ഹണിമൂൺ ട്രിപ്പ് കൊണ്ട് ലോകം മുഴുവൻ ചുറ്റിത്തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. മടങ്ങി വരാൻ ഇനി 2 ദിവസം കൂടെ വൈകുമെന്ന്. അല്ല, എന്തുപറ്റി? എന്താ ഒരു മൂഡ് ഓഫ്? ഞാനൊരു കാര്യം പറഞ്ഞ ശ്യാമേട്ടൻ തെറ്റിദ്ധരിക്കോ? പറയേ. അത് ഗാഥ എന്റെ സ്വന്തം അനുജത്തിയല്ല ശ്യാമേട്ടൻ. ഞാൻ ശ്യാമേട്ടനോട് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനും വളരെ വൈകിയാ അതറിഞ്ഞത്. കാഞ്ചനമ്മയും പപ്പയും തമ്മിൽ വഴക്കുണ്ടായില്ലേ അന്ന്? അപ്പോ ഗാഥ കാഞ്ചനാമ്മയുടെ മകൾ. പപ്പയും കാഞ്ചനാമ്മയും തമ്മിൽ വഴക്കൂടുന്നത് ഒരു സാധാരണ സംഭവമായിരുന്നു. പക്ഷെ അന്ന് അങ്ങനല്ലായിരുന്നു ശ്യാമേട്ട. എന്താടി നിനക്ക്? അല്ല, ഞാൻ ഇവിടുത്തെ ആരാ? അക്കാര്യം നിനക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായിട്ടില്ല? ഓഹോ, അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ്. പ്രശ്നം സീരിയസ് ആണല്ലോ. അച്ഛനും മക്കളും എല്ലാരും കൂടി ചേർന്ന് എന്നെ കൊരങ്ങളിപ്പിക്കായിരുന്നില്ലേ? നീ എന്തിനാ കൊരങ്ങിയാവാൻ നിന്ന് വരുന്നത്? എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്? കൊരങ്ങിന്നോ? എല്ലാം പറയുന്നത് നീ തന്നെ. അതിരിക്കട്ടെ, എന്താ നിന്റെ പ്രശ്നം? അല്ല, ഇവിടെ ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം ഞാൻ അറിഞ്ഞു. പ്രായമായ പെൺപിള്ളേരുള്ള വീടല്ലേ, അങ്ങനെയൊക്കെ നടന്നിരിക്കും. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, ഞാൻ ഇവിടുത്തെ ആരാ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? അതൊരു വിവാഹാലോചനയാ. ശരിയായി വരട്ടെ, എല്ലാം ഞാൻ പറയാം. 20 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എന്തെങ്കിലും ഒരു രഹസ്യം ഞാൻ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു ഭാര്യയ്ക്ക് വേണ്ട സ്നേഹം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെയായി. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലേ കളരിക്ക് പുറത്ത്. അല്ലേലും കാര്യം വരുമ്പോ അങ്ങനെയാ. ഞാൻ കളരിക്ക് പുറത്താ. അയ്യോ, ഇവിടെ ഒരു കല്യാണാലോചന നടക്കുന്നു, അത്രമാത്രം. ഒരു കല്യാണോ? 2 കല്യാണല്ലേ? അല്ല, നടക്കോ? നടന്ന് കിട്ടിയ ഭാഗ്യം. എന്തായാലും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടുമല്ലോ. എന്നിട്ട് വേണം ഗാഥയുടെ കല്യാണം നമുക്ക് നടത്താൻ. അവൾക്ക് ബോംബെ സെറ്റിൽഡ് വല്ല കക്ഷികളും മതി. എനിക്ക് അവിടെ പോയി താമസിക്കാലോ. എന്റെ മക്കളെല്ലാം എനിക്ക് ഒരുപോലെയാ. 3 മക്കളുടെയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തും ഞാൻ. അങ്ങനെ ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാഞ്ചനെ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വെറുതെ വഴക്കുണ്ടാക്കാനാണ് നീ ശ്രമിക്കുന്നത്. ഞാനുള്ള കാര്യ പറഞ്ഞത്. എന്താടി ഉള്ള കാര്യം? ഗംഗയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഗാഥയെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നോടുള്ള പണക്കം നിങ്ങൾ അവളോടും കാണിച്ചിട്ടില്ലേ? എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയോടും മക്കളോടും മാത്രമാണ് സ്നേഹം. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാരും കൂടി ഒത്തുചേർന്നുള്ള കളിയല്ലേ? ഈ കാഞ്ചം വെറുതെ വിടില്ലടാ. കാഞ്ചനാമേ, 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 വാതിൽ തുറ. എന്താടാ, ഞാൻ ചത്തുന്ന് വിചാരിച്ചോ? ചാവില്ലടാ, അങ്ങനെയൊന്നും ചാവില്ല. എന്റെ മോളെ കൊണ്ട് ഞാൻ ബോംബൊക്കെ പോവാ. നോക്കിക്കോ, നിങ്ങളൊക്കെ മതി ഇവിടെ. ഇറങ്ങടി, കൊണ്ടുപോകരുത് പ്ലീസ് മമ്മി. വരില്ല മമ്മി. ഇറങ്ങാനെ വേണ്ട. ഞാൻ പറയുന്നത് നിർത്തടി, നിർത്തടി. നിനക്ക് വേണേ പോവാം, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനൊക്കില്ല. എല്ലാരും ചേർന്ന് എന്നെ തോപ്പിക്കുക. എനിക്കാരുമില്ല, എനിക്കാരുമില്ല.
കാഞ്ചനാമ്മേ, കാഞ്ചനാമ്മ വിഷമിക്കരുത്. എന്തിനാ കാഞ്ചനാമ്മ ഇവിടുന്ന് പോകുന്നേ? കാഞ്ചനാമ്മയുടെ എന്ത് തെറ്റാ ഞങ്ങളൊക്കെ ചെയ്തേ? ഗാഥയെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഗാഥയെ കൊണ്ടുപോകണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ഞാനാ. ഇല്ല കാഞ്ചനെ, അങ്ങനെ നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പിന്നെ ആര് തീരുമാനിക്കണം? ഗാഥയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനാ, ഞാൻ മാത്രം. അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ ആരാ അവളുടെ? അച്ഛൻ കാഞ്ചനമ്മ വിവാഹം കഴിക്കുമ്പോൾ ഗാഥയും ഉണ്ടായിരുന്നു. അവളന്ന് തീരെ ചെറിയ കുട്ടിയായിരുന്നു, ഓർമ്മ ഉറയ്ക്കാത്ത പ്രായം. ഞാനും ഗിരിയും നാട്ടിലായിരുന്നു. അമ്മ മരിച്ച ശേഷം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒപ്പം തറവാട്ടിൽ. പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് പപ്പയും കാഞ്ചനാമ്മയും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത്. അന്ന് ഗാഥയും ഉണ്ടായിരുന്നു. ഗാഥയ്ക്ക് ഇതൊക്കെ അറിയോ? അറിഞ്ഞു. ഞാനീ സത്യം മനസ്സിലാക്കി അന്ന് തന്നെ. എന്നിട്ടും എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തവളെ പോലെ അവള് നമ്മുടെയൊക്കെ മുന്നിൽ അഭിനയിക്കായിരുന്നു ശ്യാമേട്ട. അവൾ അങ്ങനെയാ, വല്ലാത്തൊരു പെൺകുട്ടിയാ അവള്. ഗാഥ ഇതെങ്ങനെ സഹിക്കുന്നു ഞാൻ ഓർക്കുന്നത്. ഇത്ര നാളും സ്വന്തം അച്ഛനെന്നും സഹോദരങ്ങളെന്നും കരുതി ജീവിച്ചിട്ട് ഒടുവിൽ ഒരു ദിവസം അവർ തന്നെ ആരുമല്ലാന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഷോക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. പാവം എന്റെ കുട്ടി. ഉള്ളു പുകയുമ്പോഴും അവള് ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ മുന്നിൽ അവളുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയി ശ്യാമേട്ട. അവള് പൊട്ടിക്കരഞ്ഞുപോയി. കാഞ്ചനാമ്മ ഗാഥയും കൊണ്ട് ബോംബെക്ക് പോകുന്ന പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യും ശ്യാമേട്ട? തൽക്കാലം ഗംഗ അതേക്കുറിച്ചൊന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാൻ ഗാഥയൊന്ന് കാണട്ടെ. വേണ്ട ശ്യാമേട്ട. ശ്യാമേട്ടൻ ഇതൊരിക്കലും അറിഞ്ഞതായിട്ട് നടിക്കരുത്. ഗാഥ അതിനോട് പ്രത്യേകം പറയുകയും ചെയ്തു. ശരി, അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. നമുക്ക് ഒരു യാത്ര പോയാലോ? ജസ്റ്റ് പൊന്മുടി വരെ. അന്ന് പറഞ്ഞതുപോലെ ഒരു ഹണിമൂൺ ട്രിപ്പ്. ശ്യാമേട്ടന്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി ലോങ് ജേർണി. ഗിരീഷ് ശാലിനിയും പോയതുപോലെ. ശരി, നമുക്ക് ഉടനെ തന്നെ പ്ലാൻ ചെയ്യാം. നമ്മള് ആദ്യമായിട്ട് കണ്ടതെന്നാണെന്ന് ഓർമ്മയുണ്ടോ ശ്യാമേട്ടന്? ഓർമ്മയുണ്ട്. പോടാ കുരങ്ങ. നീ ആളൊരു ബുദ്ധിമാനാന്ന് എനിക്കറിയാം. പക്ഷേ ആ കുരുട്ടുബുദ്ധി ഈ ഗാഥയെടുത്ത് നടക്കില്ല. ഓക്കെ, പക്ഷേ എനിക്കിവിടുന്ന് വരാൻ പറ്റിയില്ലെങ്കിലോ? സോറിടാ, ഞാൻ വരില്ല. വരില്ല വരില്ല. ടൂറെന്നും പറഞ്ഞ് നിന്റെ കൂടെ വന്നാലുണ്ടല്ലോ പപ്പ എന്നെ ഡിസ്മിസ് ചെയ്യും. പിന്നെ ഗിരിയേട്ടനും. അതുകൊണ്ട് തൽക്കാലം മോൻ ഒറ്റയ്ക്ക് പോയാ മതി. കൂട്ടിനാ വാലന്മാരും കാണുമല്ലോ. അടിച്ചു പൊളിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവളുമാരുണ്ടെങ്കിൽ ഞാനെന്ത് വേണം? നമ്മുടെ ബന്ധം ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടണോ? നീ ഡിസൈഡ് ചെയ്. വേണ്ട വേണ്ട, നീ അങ്ങനെ നല്ല വിളിയൊന്നും ചമയണ്ട. ഞാൻ എല്ലാം അറിഞ്ഞു. ഈ ഗാഥ പറഞ്ഞതാ. നിനക്കറിയാലോ എന്നെ. ഈ ഗാഥയുടെ മനസ്സ് മാറ്റാനൊന്നും നോക്കണ്ട. നീ ആദ്യം നന്നാവാൻ നോക്ക്. എന്നിട്ട് നിന്റെ വൃത്തിയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവന്മാരെ ഒഴിവാക്ക്. എനിക്ക് അവന്മാരെ കാണുന്ന എന്നെ ദേഷ്യം. നീ അക്കൂട്ടത്തിൽ നല്ലൊരു പയ്യനായതുകൊണ്ടും ഒരുപാട് പ്രാവശ്യം എന്റെ പിറകെ നടന്ന് എണ്ണ കത്തിച്ചു കളഞ്ഞോണ്ടും അല്ലേ ഞാൻ കുടുങ്ങിപ്പോയത്. ഹലോ. I already told you that I can come with you, da. Anyway, as a particular thing, I will take my own decision. Anybody can change that. Yeah.
Pardon? No. Okay. I will call you evening, da. Okay, bye-bye. God is always with us. Okay, bye. Do you understand? मालूम है क्या? കോൺ ഏവാ ആരാ അത്? ആ ആകാംക്ഷയുണ്ട് അല്ലേ മമ്മി? Once upon a time, मैं बोलेगा. ആ കാഞ്ചനാമ്മയ്ക്ക് ഇതെന്തു പറ്റി? ഒരു ഫോൺ കോൾ. ഫോൺ കോളോ? ആ ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ടുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാ മമ്മി സൂത്രത്തിൽ പിറകെ വന്ന് ചെവി വട്ടം പിടിച്ചത്. ഞാൻ വിട്ടുകൊടുക്കുവോ? ചെറിയൊരു ട്വിസ്റ്റിംഗ്. ഇംഗ്ലീഷിലായി പിന്നീട് ഞാൻ. മമ്മിക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ലല്ലോ. ആരോടാ സംസാരിച്ചെന്ന് മമ്മിക്ക് അറിഞ്ഞേ തീരൂന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുവോ? അത്രയ്ക്കങ്ങോട്ട് കുശുമ്പ് പാടില്ലല്ലോ. ആളാകെ വണ്ടറടിച്ചാ പോയിരിക്കുന്നെ. നീ എന്തിനാടി കാഞ്ചനാമ്മ എങ്ങനെ ഇട്ട് വട്ടളക്കുന്നേ? മമ്മിക്ക് 2 എല്ല് കൂടുതലാ. അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാ എല്ലാവിധ കുശുമ്പും കുന്നായ്മയും എല്ലാം മാറിക്കോളും. എങ്കിൽ നിനക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തൂടെ? ഓപ്പറേറ്റ് ചെയ്താ മമ്മി ഡിം മയ്യത്താവും ഉറപ്പ്. എനിക്ക് മമ്മി ഇല്ലാതാവില്ലേ? ദേഗാതെ സ്വന്തം മമ്മിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ആ അതൊക്കെ പോട്ടെ. ഇപ്പൊ ഫോൺ ചെയ്തത് ആർക്കാ? എന്റെ പൊന്നു ചേച്ചി, അതൊരു കൂട്ടുകാരനാ. ബോയ് ഫ്രണ്ട്? ആ ആണെന്നും വേണമെങ്കിൽ പറയാം. അതെന്താ വേണമെങ്കിൽ? നിനക്ക് ഷുവർട്ടിയൊന്നുമില്ലേ? യാ, ഐ എം ഷുവർ ഹി ഈസ് മൈ ബോയ് ഫ്രണ്ട്. ആരാ കൂട്ടുകാരൻ? പാർട്ടി അങ്ങ് വടക്കേ ഇന്ത്യക്കാരനാ. ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ എത്തിയാലുടൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താ പോരെ? കാഞ്ചനാമ്മയെ വെട്ടിയാക്കും പോലെ ഞങ്ങളെ വെട്ടിയാക്കിയാലുണ്ടല്ലോ.